ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റാണ്. ഇത് ഒരു കൊച്ചു കുട്ടിക്കുള്ളതാണ്. ഇതിൻ്റെ ബ്ലാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വൈറ്റ് ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ നടുക്ക് ബട്ടർഫ്ലൈൻ്റെ റോക്കറ്റ് ഇട്ടിട്ടുണ്ട്. റോക്കറ്റിൽ ചാംസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോഴത്തെ ബ്രേസ്ലെറ്റും മാലയും കമ്മലും പരസ്യം വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. വില ഞാൻ ഇട്ടിരിക്കാം. ഇത് കൊച്ചു കുട്ടീൻ്റെയാണ്. വലിയവരുടെ സൈസ് അനുസരിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ടേപ്പ് നൂല് വെച്ചാണെന്ന് നോക്കിയിട്ട് ബ്രേസ്ലെറ്റിന് തന്നെ കയ്യിൽ നൂല് വെച്ച് അളന്ന് നോക്കിയിട്ട് അത് ആ സൈസ് എനിക്ക് വെച്ച് തന്നെ അത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞത് ഞാൻ അത് വെച്ച് ചെയ്യും. പിന്നെ പാദസരത്തിന് അതുപോലെ തന്നെ ഇതിൻ്റെ പാദസരം ഞാൻ ചെയ്തില്ല. പാദസരം വേണ്ടെന്ന് പറഞ്ഞെന്ന് തോന്നണം. പാദസരം ചെയ്യാനും ഇതിൻ്റെ ഈ ക്യാപ്പ് തീർന്നു പോയി, വാങ്ങിക്കണം. പിന്നെ ഞാൻ ഒരു കൊച്ചു കുട്ടീൻ്റെ പാദസരം ഇതിൽ കാണിക്കാം. കുറച്ചൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ആണ്. ഇത് ഇങ്ങനെ മെറ്റീരിയൽസൊക്കെ കാണിക്കണമെങ്കിൽ മാത്രം ലോങ് വീഡിയോ ആയിട്ട് ഇടുള്ളൂ. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യും. ഞാൻ ചെയ്യാറുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നില്ല. ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടതാണെന്ന് ഞാൻ വിചാരിക്കണം. അടുത്തത് കാണിച്ചു തരാം. ഫസ്റ്റ് ചെയ്യുന്ന കരിമണി ബ്രേസ്ലെറ്റാണ്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ പാദസരത്തിൻ്റെ ഉണ്ട്. രണ്ടെണ്ണം വെച്ച് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടു കാണാമെന്ന് വിചാരിക്കണം. ഇത് റെയിൻബോ ചാംസാണ്. പിന്നെ പാദസരത്തിന് കിളക്കം വെച്ചിട്ടുണ്ട്. കിളക്കം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കിളക്കം ഇല്ലെങ്കിൽ ഒരു സൂക്ക് മാത്രം വെച്ച് ചെയ്യും. പിന്നെ ഇതിന് കിളക്കം ഇല്ലാതെ ഇത് മാത്രം കിട്ടണമുണ്ട്. അത് വേണമെങ്കിൽ അത് വെച്ച് ചെയ്യും. അത് ചെയ്തിട്ട് ഇതിൽ വേറെ ചെയ്തിട്ട് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. ഫോട്ടോ ഒന്നും ഇൻസ്റ്റയിൽ ഇട്ടില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഇടും. പിന്നെ വില ഇട്ടിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കൊച്ചു കുട്ടീൻ്റെ ആണ്. ഇത് വേറെ കളറും. ഇതിൻ്റെ മാല ഞാൻ വങ്കൂശ നൂലിൽ ഉണ്ടാക്കിയിട്ട് അവൾക്ക് സ്കൂളിലിട്ടുകൊണ്ട് വേണമായിരുന്നു പറഞ്ഞായിരുന്നു. അതുകൊണ്ട് മാല നേരത്തെ ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
പാദസരത്തിന് അല്ല ബ്രേസ്ലെറ്റിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഇതിൽ കാണിച്ചില്ല. ഞാൻ 2 ഉണ്ടാക്കണം കാണിച്ചിരുന്നു. പിന്നെ വലിയവരെയും പിന്നെ കൊച്ചു കുട്ടീൻ്റെയും ആണ്. ഇത് ബ്ലൂ ബട്ടർഫ്ലൈ ചാംസാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരും. ഇത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പാദസരം കൂടി കാണിച്ചുതരാം. ഇതിൻ്റെ പാദസരമാണ്. ഇത് പാദസരമാണ്. ഇത് സെയിം നല്ല പിങ്കാണ്. ഗ്ലേസിങ് തോന്നണം. ക്രിസ്റ്റലാണ്. നല്ല തിളക്കം തോന്നും. ഇത് ചെയ്യുന്ന കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഈ വീഡിയോ കൂടി പറഞ്ഞിട്ടരാം. അതിന് ഫസ്റ്റ് ഒരു മുട്ട വന്നിട്ടുള്ള ചെയിനാണ് ഇട്ടത്. പിന്നെ രണ്ടാമത്തെ ചെയ്തത് 2 മുട്ട വെച്ചിട്ടാണ്. ഒരു 2 മുട്ട. പിന്നെ ഫസ്റ്റ് ഒരു മുട്ട വെച്ചുള്ള ചെയിനാണ് ചെയ്യുന്നത്. ഇത് ഡിസൈൻ മുട്ടാണ്. ഇതിൻ്റെ ചെയിൻ വാങ്ങിക്കുമ്പോൾ കൂടി കാണും. കാണിച്ച് തന്നിട്ടുണ്ട് നേരത്തെ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുടുങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ മുറിച്ചത് കാണിച്ചു തരാം. ഇത് ഇപ്പം 3 ഇരിക്കുന്നത്. ഇതിൻ്റെ നേരത്തെ ഞാൻ പാദസരം ചെയ്തത് കാണിച്ചായിരുന്നു. 3 ഇത് വരുന്നത്. എൻ്റെ ബ്ലാക്കിന് ഞാൻ 3 ചെയിനായിട്ട് കൊടുത്തത്. മാലയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ഓർത്തില്ല. ഇത് കണക്കാവുന്ന അറിഞ്ഞോല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ 2 മുട്ട എന്നിട്ടുള്ള ചെയിനിട്ടത്. ബ്രേസ്ലെറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ ഒരു വന്നിട്ടുള്ള ചെയിനാണ്. ഇതിൻ്റെ പാദസരം ചെയ്യണം കാണിച്ചു തരാം. ഞാൻ പാദസരത്തിൻ്റെ വലിയ വീഡിയോ കിട്ടിയിട്ട് അത് കാണിച്ചു തരാം. ഇത് നല്ല ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാണും. ഇത് പൊളിറ്റൊന്നും വെച്ചില്ല. ഒന്നും കൂടി ചെയ്തിട്ട് ചെയിൻ ചിലപ്പോൾ നീളം മുറിക്കുമ്പോൾ തന്നെ നമുക്ക് നീളം കൂടുതലാണ്. അപ്പോൾ പിന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ഒരേപോലെ ആക്കിയിട്ട് ലെവൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ 2ാമത്തും കൂടി ചെയ്യുന്ന ഈ വീഡിയോയിൽ കാണിച്ചിട്ട് ഞാൻ കറക്റ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ അളവാനൊന്ന് നോക്കാനും പറ്റും. ഇതെങ്ങനെ ചെയ്യണം കാണിച്ചു തരാം. ഈ വീഡിയോയിൽ നിന്ന് വേറെ ഇതെല്ലാം വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഷോർട്ട് വീഡിയോ സംസാരിക്കുക.
ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.